ഷാഫി പറമ്പിലിന്റെ റോഡ് ഷോയിൽ പങ്കെടുക്കുന്നതിൽ വനിതാ ലീഗ് പ്രവർത്തകർക്ക് മതപരമായ നിയന്ത്രണ വിലക്ക്. വനിതാ ലീഗ് പ്രവർത്തകരെ ആവശ്യമാണ്, പക്ഷേ അഭിവാദ്യം അർപ്പിച്ചാൽ മാത്രം മതിയെന്നാണ് നിർദ്ദേശം. ആവേശത്തിമിർപ്പിന് മതപരമായ നിയന്ത്രണം അനുവദിക്കുന്നില്ലെന്ന് മുസ്ലിം ലീഗിന്റെ കൂത്തുപറമ്പ് മണ്ഡലം സെക്രട്ടറി PK ഷാഹുൽ ഹമീദിന്റെ ശബ്ദ സന്ദേശം പുറത്തു വന്നിരിക്കുന്നു. സഹോദരിമാരോട് ഈ പരിപാടിയിൽ നിങ്ങളുടെ സാന്നിധ്യം ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കും. എന്നാൽ ഈ റോഡ് ഷോയിലോ പ്രകടനത്തിലോ വനിതാ ലീഗിന്റെ പ്രവർത്തകന്മാർ പങ്കെടുക്കേണ്ടതില്ല. ഒരിക്കലും ആഘോഷപരമായ ആവേശത്തിമിർപ്പിന് അനുസരിച്ചുള്ള ഒരു പ്രതികരണത്തിലേക്ക് നമ്മുടെ മതപരമായ നിയന്ത്രണം നമ്മൾ അനുവദിക്കുന്നില്ല എന്നതുകൊണ്ട് ആ പരിപാടികളിൽ നിങ്ങളുടെ പങ്കാളിത്തം ഉണ്ടാവണം എന്ന് പാർട്ടി ആവശ്യപ്പെടുന്നില്ല. മറിച്ച് ഈ പരിപാടിയിൽ നിങ്ങളുടെ സാന്നിധ്യം ഉണ്ടാവണം. നിങ്ങളുടെ അഭിവാദ്യം പ്രിയപ്പെട്ട നമ്മുടെ MP സമർപ്പിക്കാനുള്ള അവസരവും ഉണ്ടാകും. വടകരയിലെ വൻപൻ വിജയത്തിന് എല്ലാ നിയോജക മണ്ഡലങ്ങളിലും വോട്ടർമാർക്ക് നന്ദി അറിയിക്കാനായാണ് ഷാഫി പറമ്പിലിന്റെ റോഡ് ഷോ. ഇതിലാണ് വനിതാ ലീഗ് പ്രവർത്തകർ വേണ്ടെന്ന ശബ്ദ സന്ദേശം പുറത്തു വന്നത്. വോട്ടെണ്ണൽ ദിവസം കണ്ണൂർ പാനൂരിൽ UDF പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തിയിരുന്നു. വനിതാ ലീഗ് പ്രവർത്തകരുടെ വലിയ പങ്കാളിത്തം ഈ പ്രകടനത്തിൽ ഉണ്ടാകുകയും ചെയ്തു. ഈ പരിപാടിയുടെ ചിത്രങ്ങളും വീഡിയോകളും പുറത്തു വന്നതോടെ ചില വിമർശനങ്ങളും ഉയർന്നു വന്നു. ഇതാണ് മതത്തെ കൂട്ടുപിടിച്ച് വനിതാ ലീഗിന് വിലക്ക് ഏർപ്പെടുത്താൻ കാരണമായത്. ഷാഫിയുടെ വിജയം ആഘോഷിക്കുന്ന പരിപാടിയിൽ വനിതാ ലീഗ് പ്രവർത്തകരുടെ സാന്നിധ്യം ഉണ്ടാകണം, പക്ഷേ റോഡ് ഷോയിലോ പ്രകടനത്തിലോ പങ്കെടുക്കേണ്ടതില്ല. ആഘോഷപരമായ ആവേശത്തിമിർപ്പിന് അനുസരിച്ചുള്ള പ്രതികരണത്തിലേക്ക് നമ്മുടെ മതപരമായ നിയന്ത്രണം അനുവദിക്കുന്നില്ല എന്നതുകൊണ്ട് വനിതകളുടെ പങ്കാളിത്തം വേണമെന്ന് പാർട്ടി ആവശ്യപ്പെടുന്നില്ല. പക്ഷേ പരിപാടിയിൽ സാന്നിധ്യം ഉണ്ടാകണം. നിങ്ങളുടെ അഭിവാദ്യം MP സമർപ്പിക്കാനുള്ള അവസരമുണ്ടാകും എന്നാണ് മണ്ഡലം സെക്രട്ടറി PK ഷാഹുൽ ഹമീദിന്റെ ശബ്ദ സന്ദേശം. ഈ ശബ്ദ സന്ദേശവും ഇപ്പോൾ വലിയ ചർച്ചയായിരിക്കുകയാണ്. ലിംഗവിവേചനം അതിരുകടക്കുന്നു എന്നാണ് ഒരു വിഭാഗത്തിന് ഇതിനെതിരെ പ്രതികരിക്കാനുള്ളത്. വോട്ട് കൊടുക്കാൻ പെണ്ണുങ്ങൾ വേണം, അത് കഴിഞ്ഞാൽ പടിക്കു പുറത്ത് എന്ന നയം എന്ന രീതിയിൽ ഷാഫി പറമ്പിലിന് നേരെയും വിരൽ ചൂണ്ടുകയാണ് ഒരു വിഭാഗം.